നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. H-1B വിസ വിഷയത്തിൽ വിശദീകരണവുമായി വൈറ്റ് ഹൌസ് രംഗത്ത്. $1 ലക്ഷം വാർഷിക ഫീസ് അല്ല എന്നും ഒറ്റത്തവണ ഫീസ് ആണ് എന്നും അധികൃതർ വിശദീകരിച്ചു. പുതിയ ഫീസ് ബാധകമാവുക പുതിയ അപേക്ഷകൾക്ക് മാത്രം. ട്രംപിന്റെ വിസ ഫീസ് വർധനയ്ക്ക് പിന്നാലെ ജീവനക്കാർക്ക് US വിടരുതെന്ന നിർദ്ദേശവുമായി മൈക്രോസോഫ്റ്റ്, മെറ്റ, JP മോർഗൻ, ആമസോൺ തുടങ്ങിയ കമ്പനികൾ. ജീവനക്കാർ US വിടരുതെന്നും കുറഞ്ഞത് 14 ദിവസമെങ്കിലും രാജ്യത്ത് തുടരണമെന്നും കമ്പനികൾ. ട്രംപിന്റെ പുതിയ വിസ ഫീ വർധന US ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ ഓൺസൈറ്റ് ജീവനക്കാരെ ഏറെ പ്രതികൂലമായി ബാധിക്കുമെന്ന് റിപ്പോർട്ട്. അഫ്ഗാൻ ആക്രമിക്കുമെന്ന സൂചന നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ബാഗ്രാം വ്യോമത്താവളത്തിന്റെ നിയന്ത്രണം താലിബാൻ ഭരണകൂടം തിരികെ നൽകണമെന്ന് ആവശ്യം. ബ്രിട്ടനിലെ കാർ ഉടമകൾക്ക് മുന്നിൽ മുട്ടുകുത്തി ഇൻഷുറൻസ് കമ്പനികൾ. നഷ്ടപരിഹാര തുക പല കേസുകളിലായി കുറച്ചു നൽകിയെന്ന കണ്ടെത്തലിനെ തുടർന്ന് ഏകദേശം 2,70,000 വാഹന ഉടമകൾക്കായി മൊത്തം 200 മില്യൺ പൗണ്ട് നഷ്ടപരിഹാരം വിവിധ കാർ ഇൻഷുറൻസ് കമ്പനികൾ നൽകും. ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാലിന്. തനിക്ക് ലഭിച്ച ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം മലയാള സിനിമയ്ക്കും പ്രേക്ഷകർക്കും സമർപ്പിക്കുന്നതായി നടൻ മോഹൻലാൽ. വാർത്തകൾ വിശദമായി. H-1B വിസയ്ക്കുള്ള വാർഷിക ഫീസ് $1 ലക്ഷം ഉയർത്തുമെന്ന് ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചതിനു പിന്നാലെ H-1B വിസ വിഷയത്തിൽ വിശദീകരണവുമായി വൈറ്റ് ഹൌസ് രംഗത്ത് വന്നു. H-1B വിസയിലെ പുതിയ ഫീസ് പുതിയ അപേക്ഷകർക്കാണ് ഇത് ബാധകമാവുക. നിലവിലെ വിസ പുതുക്കുമ്പോൾ വർധനവുണ്ടാകില്ല. $1 ലക്ഷം വാർഷിക ഫീസ് അല്ല എന്നും ഒറ്റത്തവണ ഫീസ് ആണ് എന്നും അധികൃതർ വിശദീകരിച്ചു. പുതുക്കുമ്പോൾ $1 ലക്ഷം നൽകേണ്ട. നിലവിൽ രാജ്യത്തിന് പുറത്തുള്ള H-1B വിസ കൈവശമുള്ളവർക്ക് രാജ്യത്ത് വീണ്ടും പ്രവേശിക്കാൻ ഈ വർദ്ധിച്ച ഫീസ് നൽകേണ്ടതില്ല. ട്രംപ് ഭരണകൂടം H-1B വിസയുടെ ഫീസ് ഒരു വർഷം $1 ലക്ഷം ആക്കി വർദ്ധിപ്പിച്ചിരുന്നു. അത് ഏകദേശം 88 ലക്ഷം രൂപ വരും. നിലവിൽ 2.5 മുതൽ 5 ലക്ഷം രൂപയായിരുന്നു ഫീ ആയി കുത്തനെ ഉയർത്തിയത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിന് ഇന്നു മുതലാണ് പ്രാബല്യം. US-ൽ നിലവിലുള്ള H-1B വിസക്കാരിൽ 71% ഇന്ത്യക്കാരാണ്. ഇക്കൂട്ടർക്ക് വലിയ തിരിച്ചടിയായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. വൈറ്റ് ഹൌസിന്റെ വിശദീകരണത്തോടെ നിലവിൽ അമേരിക്കയിൽ ഈ വിസയുള്ള ഇന്ത്യക്കാർക്ക് ആശ്വാസമായി. ട്രംപിന്റെ വിസ ഫീസ് വർധനവിന് പിന്നാലെ ജീവനക്കാർക്ക് US വിടരുതെന്ന നിർദ്ദേശവുമായി മൈക്രോസോഫ്റ്റ്, മെറ്റ, JP മോർഗൻ, ആമസോൺ തുടങ്ങിയ കമ്പനികൾ. ജീവനക്കാർ US വിടരുതെന്നും കുറഞ്ഞത് 14 ദിവസമെങ്കിലും രാജ്യത്ത് തുടരണമെന്നും കമ്പനികൾ അറിയിച്ചു. മാത്രമല്ല, നിലവിൽ അമേരിക്കയ്ക്ക് പുറത്തുള്ള ജീവനക്കാർ 24 മണിക്കൂറിനകം രാജ്യത്തേക്ക് തിരികെ എത്തണമെന്നും നിർദ്ദേശമുണ്ട്. ഏത് സമയവും ട്രംപ് പുതിയ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുമെന്നത് കണക്കിലെടുത്താണ് ഈ മുൻകരുതൽ. H-1B വിസക്കാർക്കും H-4 സ്റ്റാറ്റസ് ഉള്ളവർക്കുമാണ് പ്രധാനമായും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തിരിച്ചുവരവ് തടസ്സപ്പെടാതിരിക്കാനുള്ള മുൻകരുതലുകളുടെ ഭാഗമായാണ് ഇത്തരമൊരു നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ട്രംപിന്റെ പുതിയ നീക്കത്തിന്റെ പ്രായോഗിക വശങ്ങളെ സംബന്ധിച്ച് വ്യക്തത വരുത്താനായാണ് 2 ആഴ്ചത്തെ സമയം കമ്പനികൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. H-1B തൊഴിൽ വിസ ഫീ $1 ലക്ഷം ഉയർത്തിയ US നടപടി ഇൻഫോസിസ്, TCS, വിപ്രോ, HCL ടെക് തുടങ്ങിയ കമ്പനികൾക്കും ഇന്ത്യൻ ജീവനക്കാരെ ആശ്രയിക്കുന്ന ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ പോലുള്ള US കമ്പനികൾക്കും കടുത്ത വെല്ലുവിളിയാകും. US-ലെ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ഓൺസൈറ്റ് ജീവനക്കാരെയാണ് വിസ ഫീ വർധന ഏറെ പ്രതികൂലമായി ബാധിക്കുക. വിസ ഫീ 20 മടങ്ങായി വർദ്ധിപ്പിച്ചതോടെ ജൂനിയർ, മധ്യനിര ജീവനക്കാരെ US-ലേക്ക് അയക്കുന്നത് അസാധ്യമാകും. ഈ സാഹചര്യത്തിൽ US-ലെ കമ്പനികൾക്ക് നേരിട്ട് സേവനത്തിനു പകരം വിദൂര സേവനം ലഭ്യമാക്കി നിയന്ത്രണത്തെ അതിജീവിക്കാനാകും. ഈ സാഹചര്യത്തിൽ US-ലെ കമ്പനികൾക്ക് നേരിട്ട് സേവനത്തിനു പകരം വിദൂര സേവനം ലഭ്യമാക്കി നിയന്ത്രണത്തെ അതിജീവിക്കാനാകും ഇന്ത്യൻ കമ്പനികളുടെ ശ്രമം. ഇന്ത്യയിലെ ഓഫീസിലിരുന്ന് US ഉപഭോക്താവിനായി ജോലി ചെയ്യുന്ന ഓഫ് ഷോർ ജോലി സംവിധാനം ശക്തമാക്കിയേക്കും. എന്നാൽ ഓഫ് ഷോർ നയങ്ങൾക്ക് കാലക്രമേണ നിയന്ത്രണം ഏർപ്പെടുത്തുമോ എന്ന് ആശങ്കയുണ്ട്. ഇന്ത്യ-US വ്യാപാര കരാർ ചർച്ച ചെയ്യുന്നതിനായി വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം സെപ്റ്റംബർ 22-ന് US സന്ദർശിക്കുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ നിലവിലുള്ള വ്യാപാര ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് പ്രതിനിധി സംഘം US സന്ദർശിക്കുന്നത്. വ്യാപാരം, നിക്ഷേപം, സാമ്പത്തിക സഹകരണം എന്നിവ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ നടത്തുമെന്ന് മന്ത്രാലയം അറിയിച്ചു. US-യുമായുള്ള സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും വ്യാപാര ചർച്ചകളിൽ തുടർന്നുള്ള സഹകരണവും ഇന്ത്യ ലക്ഷ്യമിടുന്നതായും മന്ത്രാലയം അറിയിച്ചു. അഫ്ഗാൻ ആക്രമിക്കുമെന്ന സൂചന നൽകി അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിന് കടുത്ത മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ബാഗ്രാം വ്യോമത്താവളത്തിന്റെ നിയന്ത്രണം താലിബാൻ ഭരണകൂടം തിരികെ നൽകണമെന്നാണ് ട്രംപിന്റെ ആവശ്യം. ക്രിയാത്മകമായി പ്രതികരിച്ചില്ല എങ്കിൽ അഫ്ഗാനിസ്ഥാന് മോശം കാര്യങ്ങൾ സംഭവിക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. US 2021 സൈന്യത്തെ പിൻവലിച്ചതിനെ തുടർന്നാണ് നിലവിൽ ബാഗ്രാം എയർബേസ് താലിബാൻ നിയന്ത്രണത്തിലായത്.
വ്യോമതാവളത്തിന്റെ നിയന്ത്രണം ലഭ്യമായാൽ അഫ്ഗാനിസ്ഥാനും ചൈനയ്ക്കുമിടയിൽ തന്ത്രപ്രധാനമായ ഒരു സ്ഥലം യുഎസിന് വീണ്ടും ലഭിക്കും. ബാഗ്രാം വ്യോമത്താവളത്തിന്റെ നിയന്ത്രണം ഞങ്ങൾ ഏറ്റെടുക്കും. അത് ലോകത്തിലെ ഏറ്റവും വലിയ വ്യോമത്താവളങ്ങളിൽ ഒന്നാണെന്ന് ലണ്ടനിൽ UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുമായുള്ള വാർത്താ സമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞിരുന്നു. ഒന്ന് വാങ്ങാതെയാണ് ഞങ്ങൾ അത് കൊടുത്തത്. ഇപ്പോൾ അത് ഞങ്ങൾ തിരികെ വാങ്ങാൻ പോവുകയാണ് എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഗസയിൽ തങ്ങളുടെ തടവിൽ അവശേഷിക്കുന്ന 47 ബന്ദികൾക്ക് വിട പറഞ്ഞ് പോസ്റ്ററുമായി ഹമാസ്. 1986 പിടികൂടിയ ഇസ്രയേലി വായുസേനാംഗം റോൺ അരാദിന്റെ പേരാണ് ബന്ദികൾക്കെല്ലാം ഈ വിടപറയൽ ചിത്രത്തിനൊപ്പം നൽകിയിരിക്കുന്നത്. ഇതിനൊപ്പം ഓരോരുത്തർക്കും തിരിച്ചറിയാനായി അക്കങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വെടിനിർത്തൽ ബന്ദിമോചന കരാർ തള്ളിയ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കുറ്റപ്പെടുത്തുന്ന പരാമർശങ്ങളും പോസ്റ്ററിലുണ്ട്. ഇതിനൊപ്പം വ്യക്തിപരമായ എതിർപ്പുണ്ടായിട്ടും ഗസയിലെ അധിനിവേശവുമായി മുന്നോട്ടു പോകുന്ന ഇസ്രയേൽ സൈനിക മേധാവിക്കും രൂക്ഷ വിമർശനമുണ്ട്. നെതന്യാഹുവിന്റെ നീരസവും IDF ചീഫ് ഓഫ് സ്റ്റാഫ് സമീറിന്റെ വിധേയത്വവും മൂലം ഗാസ സിറ്റിയിലെ സൈനിക നടപടി തുടങ്ങാനിരിക്കെ ഒരു വേർപിരിയൽ ചിത്രം എന്നാണ് പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത്. ഇസ്രയേലി പ്രസിദ്ധീകരണമായ വൈനറ്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് 47 ബന്ദികളിൽ 20 പേർ മാത്രമേ ജീവനോടെയുള്ളൂ എന്നാണ് കരുതപ്പെടുന്നത്. ശേഷിക്കുന്ന ബന്ദികളിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ബാക്കിയുള്ളവർ ഇതിനകം മരണമടഞ്ഞിട്ടുണ്ട്. യൂറോപ്യൻ വ്യോമാതിർത്തി ലംഘിക്കുന്ന റഷ്യൻ വിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്തുന്നതുൾപ്പെടെ നാറ്റോ മതിയായ രീതിയിൽ പ്രതികരിക്കണമെന്ന് ചെക്ക് പ്രസിഡന്റ് പീറ്റർ പവൽ പറഞ്ഞു. തങ്ങൾ ഒരു തെറ്റ് ചെയ്തുവെന്നും സ്വീകാര്യമായ അതിരുകൾ ലംഘിച്ചുവെന്നും റഷ്യയെ വളരെ വേഗത്തിൽ മനസ്സിലാക്കും. സ്ഥിതി ഇപ്പോൾ സംഘർഷത്തിന്റെ വക്കിലാണ്. പക്ഷേ തിന്മയ്ക്ക് വഴങ്ങുക എന്നത് ഓപ്ഷൻ അല്ല എന്നും പീറ്റർ പവൽ പറഞ്ഞു. ഉക്രൈനിനുള്ള സുരക്ഷാ ഗ്യാരണ്ടികൾ ഒപ്പുവെക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഭാവിയിൽ മോസ്കോ ഉക്രൈനെതിരെ വീണ്ടും സൈനിക നടപടി ആരംഭിച്ചാൽ റഷ്യയുമായി യുദ്ധം ചെയ്യാൻ നിർബന്ധിതരാകുമെന്ന് ഫിൻലാൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റെപ്പ് പറഞ്ഞു. ഒരർത്ഥത്തിൽ സുരക്ഷാ ഗ്യാരണ്ടികൾ ഒരു പ്രതിരോധമാണ്. ആ പ്രതിരോധം വിശ്വസനീയമായിരിക്കണം. അത് വിശ്വസനീയമാണെങ്കിൽ അത് ശക്തമാക്കണം എന്ന് UN പൊതുസഭയ്ക്കായി ന്യൂയോർക്കിലേക്ക് പോകുന്നതിന് മുൻപ് ഹെൽസിംകിയിൽ ഒരു അഭിമുഖത്തിൽ സ്റ്റെപ്പ് ഗാർഡിയനോട് പറഞ്ഞു. ബ്രിട്ടീഷ് കാർ ഉടമകൾക്ക് മുന്നിൽ മുട്ടുകുത്തി ഇൻഷുറൻസ് കമ്പനികൾ. നഷ്ടപരിഹാര തുക പല കേസുകളിലായി കുറച്ചു നൽകിയെന്ന കണ്ടെത്തലിനെ തുടർന്ന് ഏകദേശം 2,70,000 വാഹന ഉടമകൾക്കായി മൊത്തം 200 മില്യൺ പൗണ്ട് നഷ്ടപരിഹാരം വിവിധ കാർ ഇൻഷുറൻസ് കമ്പനികൾ നൽകും. അവരുടെ കാറുകൾ മോഷണം പോവുകയോ അപകടങ്ങളെ തുടർന്ന് ഉപേക്ഷിക്കേണ്ടി വരികയോ ചെയ്ത സാഹചര്യത്തിൽ അർഹതപ്പെടുന്നതിലും കുറവ് തുക മാത്രമാണ് ഇൻഷുറൻസ് കമ്പനികൾ നൽകിയതെന്ന് ഇൻഷുറൻസ് റെഗുലേറ്റർ കണ്ടെത്തിയതിനെ തുടർന്നാണിത്. ഇൻഷുറൻസ് തുക കണക്കാക്കുന്ന സമയത്ത് വാഹനങ്ങളുടെ വില യഥാർത്ഥത്തിൽ ഉള്ളതിനേക്കാൾ കുറച്ചുകൊണ്ടായിരുന്നു കമ്പനികൾ കുറവ് നഷ്ടപരിഹാരം നൽകിയത്. ഫിനാൻഷ്യൽ കണ്ടക്ട് അതോറിറ്റി നടത്തിയ അന്വേഷണത്തിലാണ് ഇത് കണ്ടെത്തിയത്. മാലിന്യ ശേഖരണ തൊഴിലാളികളുടെ സമരം മൂലം മാസങ്ങളായി മാലിന്യങ്ങൾ കെട്ടിക്കിടന്ന് ബർമിംഗ്ഹാം നഗരം ചീഞ്ഞു നാറുന്നത് ബ്രിട്ടന് ആകെ നാണക്കേടായി. അതേസമയം സമരം അവസാനിപ്പിക്കാനുള്ള അവസാന ശ്രമം എന്നോണം ആയിരക്കണക്കിന് ബർമിംഗ്ഹാം നിവാസികൾ സമരം ചെയ്യുന്ന തൊഴിലാളികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തി. യുണൈറ്റഡ് യൂണിയന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ സമരത്തിനിറങ്ങിയതിൽ പിന്നെ തെരുവുകളിലെല്ലാം മാലിന്യ നീക്കം അവതാളത്തിലായി. 8,000 പൗണ്ടിന്റെ പേ കട്ട് നടപ്പാക്കുന്നതിലും തങ്ങളുടെ തസ്തികകൾ കൗൺസിൽ ഡൗൺഗ്രേഡ് ചെയ്യുന്നതുമാണ് മാലിന്യ ശേഖരണ തൊഴിലാളികളെ സമരത്തിനിറങ്ങാൻ പ്രേരിപ്പിച്ചത്. ജനുവരിയിൽ അന്തരീക്ഷം സംഘർഷമാകാൻ തുടങ്ങിയെങ്കിലും മാർച്ച് മാസത്തിൽ അനിശ്ചിതകാലത്തേക്ക് സമ്പൂർണ്ണ സമരം പ്രഖ്യാപിച്ചതോടെയാണ് സ്ഥിതിഗതികൾ വഷളായത്. അന്നു മുതൽ ബർമിംഗ്ഹാമിന്റെ സ്ഥിതി വഷളാകാൻ തുടങ്ങി. ഇനിയും സമരം അവസാനിപ്പിക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് ആശങ്ക ഉയർത്തുന്നുണ്ട്. അഭിനയ കുലപതിയും മലയാളത്തിന്റെ അഭിമാനവുമായ മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിൽ ഒരു പൊൻതൂവൽ കൂടി. ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാലിന്. ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ 2023 പുരസ്കാരത്തിനാണ് മോഹൻലാൽ അർഹനായിരിക്കുന്നത്. സെപ്റ്റംബർ 23 നടക്കുന്ന 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമ അവാർഡായാണ് ഫാൽക്കെ പുരസ്കാരം കണക്കാക്കപ്പെടുന്നത്. അടൂർ ഗോപാലകൃഷ്ണനു ശേഷം ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിക്കുന്ന മലയാളിയാണ് മോഹൻലാൽ. ഇന്ത്യൻ ചലച്ചിത്ര രംഗത്ത് നൽകിയ ആജീവനാന്ത സംഭാവനകളെ മാനിച്ച് കേന്ദ്ര സർക്കാർ സമ്മാനിക്കുന്ന പുരസ്കാരമാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം. തലമുറകളെ പ്രചോദിപ്പിക്കുന്ന സിനിമാ യാത്രയാണ് മോഹൻലാലിന്റേതെന്ന് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം വിശേഷിപ്പിച്ചു. 2025 സെപ്റ്റംബർ 23 നടക്കുന്ന 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിൽ വെച്ച് മോഹൻലാലിന് അവാർഡ് സമ്മാനിക്കും. അതേസമയം തനിക്ക് ലഭിച്ച ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം മലയാള സിനിമയ്ക്കും പ്രേക്ഷകർക്കും സമർപ്പിക്കുന്നതായി നടൻ മോഹൻലാൽ പറഞ്ഞു. സിനിമാ മേഖലയിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും പ്രേക്ഷകരും ചേർന്നാണ് മോഹൻലാൽ ഉണ്ടായത്. അവർക്കെല്ലാം നന്ദി പറയുന്നതായി മോഹൻലാൽ പറഞ്ഞു. സിനിമാ രംഗത്തെ വലിയ അവാർഡാണ് ഇതെന്നും തന്റെ 48 വർഷത്തെ സിനിമാ ജീവിതത്തിൽ ലഭിക്കുന്ന വലിയ അവാർഡാണ് എന്നും പറഞ്ഞ മോഹൻലാൽ ജൂറിക്കും കേന്ദ്ര സർക്കാരിനും തന്നെ താനാക്കിയ മലയാള സിനിമയ്ക്കും നന്ദി എന്നും കൂട്ടിച്ചേർത്തു.
ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 118.63 ഇന്ത്യൻ രൂപ. ഒരു US ഡോളർ 88.09 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 103.46 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.35 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 63.92 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം ഗൾഫ് ന്യൂസ്. Book your Indigo flight tickets easily and safely with Anand Travel. Call UK number 020-8548-4897. Indian cell number 918921120509. Or please mail to info@anandtravel.com. Have a happy journey. നമസ്കാരം, ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും വേദനാജനകമായ കാത്തിരിപ്പിന് വിരാമം. ഷാർജയിൽ നിന്ന് കാണാതായ മലയാളി യുവതിയെ ദുബായിൽ നിന്ന് കണ്ടെത്തി. ഷാർജ അബുഷഗാറയിൽ നിന്ന് ഇന്നലെ രാവിലെ കാണാതായ തിരുവനന്തപുരം സ്വദേശികളായ ദമ്പതികളുടെ മകൾ ഋതികയാണ് രാത്രിയോടെ ദുബായ് ഊദ് മേത്തയിൽ നിന്ന് കണ്ടുകിട്ടിയത്. മാധ്യമങ്ങളിലെ വാർത്ത കണ്ട ഒരാൾ യുവതിയെ കണ്ടപ്പോൾ മാതാപിതാക്കളെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് ഉടൻ സ്ഥലത്തെത്തിയ രക്ഷിതാക്കൾ ഋതികയെ കൂട്ടിക്കൊണ്ടുപോയി. പഴയ സഹപാഠികളെ കാണാനാണ് താൻ ഊദ് മേത്തയിൽ എത്തിയതെന്ന് ഋതിക മാതാപിതാക്കളോട് പറഞ്ഞു. ആഡംബര കാർ വാങ്ങി സമൂഹ മാധ്യമത്തിൽ പൊങ്ങച്ചം കാണിച്ച യുവതിക്ക് കുരുക്കിട്ട് സൗദി. സമൂഹ മാധ്യമത്തിൽ സെലിബ്രിറ്റിയായ യുവതിയുടെ ലൈസൻസ് റദ്ദാക്കി. ഈയിടെ വാങ്ങിയ വില കൂടിയ കാർ ഫോളോവേഴ്സിന് മുന്നിൽ പ്രദർശിപ്പിച്ച യുവതിക്കാണ് വല വീണത്. ഓൺലൈൻ പരസ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന യുവതിയുടെ പരസ്യം സ്വീകരിക്കാനുള്ള ലൈസൻസ് ബന്ധപ്പെട്ട വകുപ്പ് റദ്ദാക്കി. ഓൺലൈൻ പരസ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നതിനുള്ള മൗസൂഖ് ലൈസൻസ് ആണ് റദ്ദാക്കിയത്. സൗദി അഭിഭാഷകനാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്ന സെലിബ്രിറ്റികളടക്കം എല്ലാവരും ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കണമെന്നും അഭിഭാഷകൻ മുന്നറിയിപ്പ് നൽകി. ഇനി ആനന്ദ് ട്രാവൽ GCC ഇന്ത്യ നാണയ വിനിമയ നിരക്ക്. ഒരു സൗദി റിയാൽ 23.48 ഇന്ത്യൻ രൂപ. ഒരു UAE ദിർഹം 23.98 ഇന്ത്യൻ രൂപ. ഒരു കുവൈറ്റി ദിനാർ 288.93 ഇന്ത്യൻ രൂപ. ഒരു ഒമാനി റിയാൽ 228.73 ഇന്ത്യൻ രൂപ. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.